ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രേണു സുധിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ആദ്യം കുഴപ്പമില്ലാത്ത കമൻറ്റ്സ്, അത് അംഗീകരിക്കുന്നവരാണ് കൂടുതൽ പേരും. അതിൻ്റെ സത്യം തുറന്നു പറഞ്ഞതിൽ അംഗീകരിക്കുന്നവരാണ് കൂടുതൽ പേരും. പിന്നെ ഈ രേണുസുധിയുടെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. അവർ 1-2 പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ പണിയില്ലേ, എനിക്ക് വേറെ ജോലിയില്ലേ, പിന്നെ രേണുസുധിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, ഈ നാട്ടിൽ എത്ര പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു, അതുപോലെ ചോദിക്കാൻ ആളുണ്ടോ, അവരവരെ വഴിക്ക് ജീവിക്കാൻ അനുവദിച്ചുകൂടെ. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഒരു വീട്ടമ്മയാണ്, ഞാൻ ഒതുങ്ങിക്കൂടിയൊരു വ്യക്തിയാണ്. എനിക്കിത് ഇങ്ങനെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസുമാണ്. വിമർശിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. ഓവറായി പോയാൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയും ചെയ്തു, നാവ് കടം എടുത്തിട്ട് വന്നതാണോ? നാവ് കടം എടുത്ത് വന്നും സംസാരിക്കും ഓവറായി പോയാൽ. എന്തുമാത്രം ഒത്തിരി പേരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇവിടം വരെ എത്തിയത്. പുള്ളിക്കാരി എന്തോ കാട്ടിക്കോട്ടെ, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തോ കാട്ടോട്ടെ, പക്ഷെ മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരുടേതായിട്ടുള്ള കഴിവ് വെച്ച് എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. പുള്ളിക്കാരുടെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് വേറെ ജോലിയില്ല. എനിക്ക് ആവശ്യത്തിന് വീട്ടിൽ ജോലിയുണ്ട്. അത് അന്വേഷിക്കലല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ ജോലി. പുള്ളിക്കാരി മറ്റുള്ളവരെ, സമൂഹത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനും മരിച്ചുപോയി സുധിച്ചേട്ടനെ അടക്കം ചതിച്ചുകൊണ്ടാണ് അങ്ങേര് ജീവിക്കുന്നത്. പിന്നെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം 1 മാസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി അബോർട്ടിനായിട്ട് പോയിട്ടുണ്ട്. സുധിച്ചേട്ടൻ്റെ ആയിക്കൂടെ കുഞ്ഞെന്ന് ചോദിച്ചൊരു മാന്യ വ്യക്തിയുണ്ട്. ഞാൻ ആരെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ആ മാന്യ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതാണ്, സുധിച്ചേട്ടൻ്റെ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പോയി അബോർട്ട് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? സുധിച്ചേട്ടൻ്റെ അല്ലേ, ലോകം അറിയുന്നൊരു വ്യക്തിയല്ലേ. ഇവർ ഭാര്യ ഭർത്താവെന്ന് ലോകം മുഴുവൻ അറിയില്ലേ. പിന്നെ എന്തിനാണ് അത് രഹസ്യമായിട്ട് തലയിൽ കൂടെ ഷോളിട്ട് പോയി അതിനെ അബോർട്ട് ചെയ്തത്? അപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾക്കും ഒരു മാന്യത വേണം. പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ടൂടെ? അവരവർ ജീവിച്ചുകൊണ്ട് പോട്ടെ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക, എൻ്റെ അവകാശമാണ്. ഞാൻ എന്തിനെ വിമർശിക്കണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണം, എന്തിനെ അംഗീകരിക്കണം എന്നത് എൻ്റെ അവകാശമാണ്. ഞാൻ ആരെയും വേണ്ടാത്തൊരു അനാവശ്യമായ ഒരു വാക്ക് യൂസ് ചെയ്യുന്നില്ല, ആരെയും കുറിച്ച് വേണ്ടാത്തൊരു വാക്കും പറയുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ തെളിവടക്കം കിട്ടിയതിന് ശേഷം മാത്രമാണ് അതിനെ ഞാൻ വിമർശിച്ചത്. അപ്പോൾ രേണുസുധിയുടെ കിംവദന്തികളായിട്ടുള്ള ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കാൻ നോക്കിയേക്ക്. കുറച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇതും ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള മറുപടിയൊക്കെ എനിക്ക് ധാരാളമുണ്ട്. പക്ഷേ അത് വെറുതെ എന്തിനാണ് നമ്മുടെ പല്ലിന് തന്നെ സ്വന്തം കുത്തി നാറ്റിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻബോക്സിലേക്ക് വരും. എന്തായാലും വിമർശിക്കാനായിട്ട്, ഞാനിട്ട പോസ്റ്റ് വിമർശിക്കാനായിട്ട് വന്നവർക്ക് ഒരു കാര്യം അറിയാം, പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അവർക്ക് എന്നോട് പറയണം, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്കൊന്ന് വീട്ടിൽ ചുരുണ്ടുകൂടി ഇരുന്നാൽ പോരെയെന്ന്. ഞാൻ ചുരുണ്ടുകൂടി എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണേ. പക്ഷേ സമൂഹത്തെ ചീറ്റ് ചെയ്യണേനും പറ്റിക്കണേനും വഞ്ചിക്കുന്നതിനും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് വന്നാൽ എന്താ പറയുക, മൂലക്കിരിക്കാൻ ഞാൻ നിങ്ങളുടെ ചിലവിലല്ല കഴിയുന്നത്. ഞാൻ സ്വന്തം അധ്വാനത്തിൽ കഴിയുന്നവളാണ്. പിന്നെ ഈ പറയുന്ന വ്യക്തികൾ തന്നെ രേണുസുധിയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ എന്തിനാണ് നിങ്ങൾക്ക് എത്രയോ പെൺപിള്ളേരിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, അതിലൊന്നും നിങ്ങൾക്ക് ഇടപെടാൻ നേരെയില്ലേ? നിങ്ങളെന്തിനാണ് രേണുസുധിയുടെ, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ രേണുസുധിയുടെ കിംവദന്തികളാണെന്ന്. അപ്പോൾ അത് രേണുസുധിയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ എന്ത് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ എന്ത് വീഡിയോ ചെയ്യേണ്ട, ആരെക്കുറിച്ച് വിമർശിക്കേണ്ട എന്ന് പറയാൻ നിങ്ങൾക്കും യാതൊരു യോഗ്യതയില്ല. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങോട്ട് മോട്ട് ചെയ്ത് പോവുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ എനിക്ക് വിമർശിക്കാനായിട്ട് തോന്നിയാൽ, ഞാൻ അധികം ആരെയും വിമർശിക്കാനായിട്ട് വന്നിട്ടില്ല, അധികം ഞാൻ ആരെയും വീഡിയോസ് ചെയ്യാറുമില്ല. കാരണം ഞാനും ഒരു പെണ്ണാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും ശരികളും ഒക്കെ എന്നിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആരെയും ചതിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല. ഒരാളെപ്പോലും ഒരു ചതിയിലൂടെയും ഞാനൊന്നും നേടിയിട്ടില്ല. പക്ഷേ ഇത് ജനസമൂഹത്തെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം കുട്ടികളെ വരെ ചതിക്കുകയാണ്. അപ്പോൾ അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. അത് അംഗീകരിക്കാൻ പറ്റുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. എനിക്ക് നിർബന്ധമില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണമെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ കാണണ്ട, അതങ്ങോട്ട് സ്കിപ്പടിച്ച് പോയേക്ക്, കുഴപ്പമില്ല. പക്ഷേ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ, അത് ആരുടെയും സപ്പോർട്ട് ചെയ്യാനോ ആരുടെയും വാല് പിടിക്കാനോ ഞാനില്ല.
ഉള്ളതുപോലെ തന്നെ പറയും. സ്വന്തം കുട്ടികളുടെ കാര്യം അന്വേഷിക്കുന്ന അമ്മയാണോ ഒരു നടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയക്കാർ വന്ന് ചോദിച്ചു, ഞാൻ ആ കുട്ടിയെ എടുത്തോട്ടെ, എടുത്തോടി എന്ന് പറഞ്ഞത്? തിരിച്ച് ഒരു വീട് 36 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുത്ത, ദാനമായിട്ട് വീട് വെച്ച് കൊടുത്ത വ്യക്തിയെ എന്തെല്ലാം പറഞ്ഞു. സ്ഥലം ദാനമായിട്ട് കൊടുത്ത ഒരു ഫാദറിനെ എന്തൊക്കെ പറഞ്ഞു. എടാ, നാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും ഉള്ളത് നിങ്ങൾക്ക് സമയത്തിന് കിട്ടും. അതാണ് രേണുസുതി. രേണുസുതിക്ക് എനിക്കും മുൻജന്മത്തെ വൈരാഗ്യമൊന്നുമില്ല. ഓവറായതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിമർശിക്കേണ്ടി വന്നത്. അത് അംഗീകരിക്കാത്തത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്നോട് എന്ത് വീഡിയോ ഇടണ്ട, നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. എനിക്കറിയാം ഞാൻ എന്തിനെക്കുറിച്ച് വീഡിയോ ഇടണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രേണുസുതിയുടെ ബാല് പിടിക്കുന്നവർ ഓക്കെ